എന്തോരോ വരട്ടെ ഏട്. ടീം തിരക്കെടുത്തോ വന്ന സിനിമയിൽ ജഗദീഷ് ശ്രീകുമാർ തിരുവനന്തപുരത്തിൻ്റെ ഒരു തനതായ ശൈലിയിൽ, സംഭാഷണ ശൈലിയിൽ പറയുന്നൊരു ഡയലോഗാണിത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഫോളോ ചെയ്യുന്നവർ, പ്രത്യേകിച്ച് സിനിമ റിവ്യൂസൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഈ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് തിരുവനന്തപുരം എന്ന പേരിൽ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിനെ കണ്ടുകിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഗോകുൽ എന്നാണ്. അപ്പം ഞാനും കുറച്ച് നാളായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫോളോവറാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോസിലൂടെയും ലൈവ് വീഡിയോസിലൂടെയൊക്കെ കണ്ടും കേട്ട കുറച്ച് കാര്യങ്ങൾ എനിക്കും അറിയാം. പക്ഷേ അതിൽ നിന്ന് കൂടുതൽ എന്തൊക്കെയായിട്ട് നമുക്ക് ചോദിക്കാനുണ്ട് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു സൗഹൃദ സംഭാഷണം എന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, നമ്മൾ മൂവി റിവ്യൂസൊക്കെ സീരിയസ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പേര് അവരുടെ മനസ്സിലൂടെ നമുക്ക് തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. ഇനി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ പറയാം. ഇദ്ദേഹത്തിൻ്റെ പേര് ഗോകുൽ എന്നാണ്. തിരുവനന്തപുരത്തെ നെയ്യാറ്റിങ്കര സ്വദേശിയാണ്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ലാലേട്ടൻ ഫാനാണ് അല്ലേ. പിന്നെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ, 2 കുട്ടികൾ. പിന്നെ അതല്ലാതെ കുറച്ച് കഴിവുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ചോദിച്ച് എടുക്കാം. ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ താങ്കളെ കുറിച്ചിട്ട്? അല്ല, വേറെ അത് നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. നമസ്കാരം എല്ലാവർക്കും. സ്വാമി അണ്ണനെ നേരത്തെ പരിചയമുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ത്രൂ തന്നെ പരിചയമുള്ളത്. നമ്മളെ സ്ഥിരം വിമർശകനാണ്. അതുപോലെ ഒരുപാട് അഭിപ്രായങ്ങൾ സ്വതന്ത്രമായിട്ട് പറയാറുണ്ട്, ഫ്രീ ആയിട്ട് സംസാരിക്കാറുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഈ വൈറലായ സമയത്ത് ഒരു സന്തോഷമാണ്. നമുക്കറിയാതുള്ള ഒരാളാണല്ലോ വൈറലായി പോയെന്നുള്ളത്. അല്ല, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനത് പെട്ടെന്ന് അന്നൊരു സിനിമ കണ്ടിറങ്ങി വന്നപ്പോൾ അന്നത്തെ ഒരു പ്രത്യേക ഒരു മാനസിക അവസ്ഥയിൽ അങ്ങനെ കൈവിട്ട് പോയതാണ്. ഈ പറയുന്നത് നമ്മൾ കങ്കുവ എന്ന സിനിമ കഴിഞ്ഞതിന് ശേഷം നടത്തിയ ഒരു പ്രതികരണമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്ന് മുതലാണ് ഈ സിനിമ റിവ്യൂസ് നിങ്ങളിങ്ങനെ പറയാൻ തുടങ്ങിയത്? അപ്പോൾ യൂട്യൂബ് ചാനൽ നോക്കുമ്പോഴത്തേക്കും 2 വർഷം മുതലാണ് ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനു മുമ്പ് വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിരുന്നു? എഴുത്തിൻ്റെ മാധ്യമത്തിലൂടെയോ അല്ലെങ്കിൽ വേറെ വീഡിയോ പ്ലാറ്റ്ഫോംസിലൂടെ ഉപയോഗിച്ചിരുന്നു? എന്തായാലും ഇതിൻ്റെ ഒരു പ്രചോദനം എന്തായിരുന്നു? ഞാനിപ്പോൾ ഈ ജോജുവിനെ ഒരു പയ്യൻ്റെ ഒരു ഇഷ്യൂ ഇല്ലേ, ആ പയ്യൻ്റെ ഒരു നേച്ചർ എനിക്ക് മനസ്സിലാവും. അവൻ ഇതുപോലെ സിനിമ കണ്ടിട്ട് അവൻ്റെ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം അവൻ്റെ പ്രൊഫൈലിടുന്നു. അതുപോലെ കുറേ സിനിമ ഗ്രൂപ്പുകളിലൊക്കെ ഇടും. അപ്പോൾ ഞാനും ഈ ഒരു ടൈപ്പായിരുന്നു. എഴുത്തായിരുന്നു മെയിനായിട്ട്. എഴുതി എൻ്റെ പ്രൊഫൈലിലിടും. ഇതുപോലെ ഫേസ്ബുക്കിൽ സിനിമ പാരഡൈസ് ക്ലബ്ബ്, സിനിഫൈലിലൊക്കെ ഇടുക. സിനിഫൈലൊക്കെ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇട്ടിട്ട് വരുന്ന സമയത്ത് ഇപ്പം നമ്മളെന്തായാലും നമ്മൾ പറയുമ്പം അത് വേറൊരുത്തൻ്റെ പറമ്പിൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ഒരു ആ രീതിയിലുള്ളൊരു അപ്രോച്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. അതായത് നമ്മളൊക്കെ കൊച്ചിലെ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പം ഒരുത്തൻ്റെ ആയിരിക്കുമോ പറമ്പെന്ന് പറയണത്. അപ്പോൾ അവൻ ഔട്ടാകുമ്പോൾ പറയും എൻ്റെ ബാറ്റ്, എൻ്റെ സ്റ്റമ്പ്, സൗകര്യം ഉണ്ടെങ്കിൽ കളിച്ചാൽ ഔട്ടല്ലേ കളിക്കാൻ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പലരും നേടുന്നൊരു അതുപോലെ അവരുടെ ഒരു മാണം പിത്തരം എനിക്ക് ഫീൽ ചെയ്ത്. സ്വതന്ത്രമായിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് ചാപ്പ അടിച്ചു തരിക, നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റാതെ വരിക. അതായത് അവർ പലയിടത്തും പൊളിറ്റിക്സ് ഉണ്ട്, നല്ല രീതിയിലുണ്ട്. അപ്പോൾ ചില ഗ്രൂപ്പുകൾക്ക് ചില പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ അവന്മാരുടെ പൊളിറ്റിക്സുമായിട്ട് മീറ്റ് ചെയ്യാത്ത അഭിപ്രായങ്ങൾ വരുമ്പോൾ അവന്മാർ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ആലോചിച്ചിരുന്നു, വല്ലവൻ്റെ പറമ്പിൽ പോയിരുന്ന് ചെയ്യണമുണ്ടല്ലേ നമുക്കിത് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഇത് മതി എന്നുള്ള സെറ്റപ്പിൽ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ സിനിമ വരുമ്പോൾ നമ്മൾ ഓപ്പണായിട്ട് ഇതുപോലെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവിടെയുള്ള ചേട്ടന്മാർ പറയും, നീ ഈ പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്, അപ്പോൾ നീ എഴുത്തും കോപ്പൊക്കെ മതിയാക്കിയിട്ട് ഇതുപോലെ അങ്ങനെ പറയാൻ പറ്റും. എനിക്കാണെങ്കിൽ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ ഒന്ന് സംസാരിക്കുന്ന ചടപ്പാണ്. കറക്റ്റായിട്ട് നാക്ക് കറക്റ്റായിട്ട് കിട്ടൂല, തിരുന്തൂല, ഒരു ചമ്മലായിരുന്നു. പിന്നെ അങ്ങനെ നോക്കിയപ്പോഴേക്കും നമ്മുടെ സൂര്യയുടെ ഫസ്റ്റത്തെ റിവ്യൂ സൂര്യയുടേതായിരുന്നു ഞാനിട്ടത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഇന്നത്തെ സിനിമ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ അവസാനം ഇട്ടത് സൂര്യയുടെ തന്നെയാണ്. എതർക്കും തുനിഞ്ഞു എന്നുള്ള സിനിമ ഞാൻ ഫാമിലിയായിട്ട് കാട്ടാക്കട പോയി കണ്ട സമയത്ത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല. ഞാനപ്പം അതിനുശേഷം നെയ്യാർ ഡാമിൽ വന്നിട്ട് പിള്ളേരെ കളിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത്, പിള്ളേരായിട്ടില്ല, ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, അതിനെ കളിപ്പിക്കാൻ വേണ്ടി വിട്ട സമയത്ത് വെറുതെ എൻ്റെ മൊബൈൽ എടുത്ത് വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഇവരൊക്കെ പറഞ്ഞല്ലേ ഒരു പ്രൊഫൈലുണ്ടായിരുന്നു ആ സമയത്ത്, പേഴ്സണൽ പ്രൊഫൈലാണ് യൂട്യൂബ്. അപ്പോൾ അതിനെ ഞാൻ പേര് മാറ്റി എന്തൊരു പേരിടാം. ഇപ്പോൾ എനിക്ക് വന്ന് അച്ചടി ഭാഷയിലൊന്നും സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അതിനെ ആരെയും കളത്തണ്ടെന്നുണ്ട് തിരുവനന്തപുരം എന്നുള്ള പേരം കിട്ടും. ഇട്ടിട്ട് നമ്മുടെ ഫേസ്ബുക്കിൽ സ്റ്റിക്കർ വരുമായിരുന്നു പണ്ട്. സ്റ്റിക്കർ എന്തോന്ന് ഇമോജി എന്തോ ഒരു സാധനം പറയില്ല, നമ്മൾ അവതാർ എന്ന് പറയും. നമ്മളെ പോലത്തെ കണ്ണും മൂക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് അതുപോലത്തെ ഒരു കാർട്ടൂൺ അത് ഇപ്പം അധികം ഫോളോ ചെയ്തിട്ടില്ലേ. ആ സമയത്ത് അത് വെച്ചിട്ട് അതൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു ആദ്യം വന്ന സമയത്ത്. ഇത് കൊള്ളാം, നല്ല സാധനം. അങ്ങനെ എൻ്റെ ഒരു പേര്, ഒരു രൂപം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ എടുത്തിട്ട് താഴെ തിരുവനന്തപുരം എഴുതി അതാണ് ഇപ്പോഴുള്ളത്. അതെടുത്തിട്ട് ആ വീഡിയോ അങ്ങ് ഇട്ട് ഞാൻ നോർമലി എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് എങ്ങനെയാണോ അഭിപ്രായം പറയണം അങ്ങനെ ഇട്ടത്. ആദ്യത്തെ വീഡിയോ തന്നെ വന്നിട്ട് ഒരു 1200 വ്യൂ ഒക്കെ എന്നായി. എന്നാൽ ആ സിനിമ എനിക്ക് തോന്നുന്നു ഈ ഉണ്ണി വ്ളോഗ്സും അശ്വന്ത് തോക്കൊന്നും യൂട്യൂബ് ചാനൽ ആക്ടിവേറ്റ് ഇല്ല, ഇവരാരും ഇട്ടിട്ടില്ല. എൻ്റെ മാത്രം അവിടെ കിടക്കുന്നത്.
നമുക്കിപ്പോൾ നമുക്ക് അറിവിടാത്ത ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ഇടുന്നു, ഇത് കൊള്ളാം, നല്ല രസമുണ്ട് പരിപാടി. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അറിവിടാത്ത ആൾക്കാർ വന്നിട്ട് അങ്ങനെ ഇതൊക്കെ പറയില്ല, ടൈമൊക്കെ മെൻഷൻ ചെയ്തിട്ട് ഈ യൂട്യൂബിൽ ടൈം 3 മിനിറ്റും 22 സെക്കൻഡ് പറഞ്ഞിട്ട് ഒരു സ്മൈൽ ഇട്ടിരും. അത് കാണുമ്പോൾ ഒരു സന്തോഷം. ആദ്യം പരിപാടി കൊള്ളാമല്ലോ എന്നുണ്ട്, അങ്ങനെ അങ്ങ് പോയതാണ്. പിന്നെ വേറെ ഓരോ സിനിമകൾ കഴിയുമ്പോഴത്തേക്കും ആദ്യമായിട്ടൊരു അപ്ലോഡ് ചെയ്യുന്ന റിവ്യൂകളിൽ താങ്കളുടേതായിരിക്കും ഏറ്റവും, ചിലപ്പം ചില സിനിമകളൊക്കെ മിക്കവാറും ആദ്യമായിട്ടായിരിക്കും താങ്കൾ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് അപ്പം തന്നെ കറക്റ്റ് തംബ്നെയിലും കിടപ്പുണ്ടാവും, സിനിമയായിട്ട് മാച്ചിങ് ആയിട്ടുള്ളത്. അപ്പം ഇത് നേരത്തെ തംബ്നെയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതാണോ അതോ പിന്നെ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ തംബ്നെയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനനുസരിച്ചുള്ള ക്യാപ്ഷൻ ഇതിൽ കൊടുക്കുന്നതാണോ, എങ്ങനെയാണ് ഇത്? ഇപ്പം എനിക്ക് സിനിമ എന്ന് പറയുന്നത് നമുക്ക് ഒരു വെള്ളിയാഴ്ചകളിലാണ് കാണുന്നത്. എനിക്കൊന്ന് ഉച്ചയ്ക്ക് ജോലി കയറേണ്ടതായിട്ട് വരും. അപ്പോൾ സിനിമ ഒരു 10:30 സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 12:30 1 മണി 2 to 2.5 മണിക്കൂർ എടുത്ത് കഴിഞ്ഞാൽ 1 മണിയാവും സിനിമ തീരാൻ. ഇത് കഴിഞ്ഞിട്ട് ഈ റിവ്യൂ ഇട്ടിട്ട് അപ്ലോഡ് ചെയ്തിട്ട് വല്ലതും കഴിച്ചിട്ട് വേണമെങ്കിൽ ജോലിക്ക് പോയി, പിന്നുള്ള സാവകാശം കിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് നിന്നിട്ട് മറ്റേ ബുദ്ധിജീവി പോലെ കാർഡ് കണക്കിന് വിശകലനമൊക്കെ ചെയ്ത് അതാണെന്ന് അങ്ങനെയൊന്നും പഠിച്ച് എഴുതി വെച്ചിട്ടൊന്നുമല്ല ഞാൻ ചെയ്യണം. ഞാൻ ഒരു സിനിമ കണ്ട് കഴിഞ്ഞിട്ട് എനിക്ക് എന്താണ് അപ്പോൾ തോന്നുന്നത്, ആ ഒരു എക്സ്പീരിയൻസ് അതുപോലെ അങ്ങ് ഷെയർ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇനി തമ്പനയിലൊന്നും ഉണ്ടാക്കിയിട്ടുള്ള സമയമില്ല. പ്രത്യേകിച്ച് മലയാള സിനിമയിൽ അവന്മാരുടെ പ്രൊഫൈൽ ഒറിജിനൽ പോസ്റ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാർ സ്ട്രൈക്ക് അടിച്ചു എനിക്ക് കിട്ടിയിട്ടുണ്ടോ. ഈ രാമേന്ദ്ര ബോസാൻകോ എന്നുള്ള സിനിമയ്ക്ക് കിട്ടിയായിരുന്നു. പിന്നെ വേറെ കുറേ സിനിമ കോക്കിന് കിട്ടിയായിരുന്നു, ടർബോയ്ക്ക്. അപ്പോൾ ഇവരങ്ങനെ ഒരു പരിപാടി തുടങ്ങിയായിരുന്നു, റിവ്യൂവേഴ്സിനെ വാടപ്പിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ പോസ്റ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് സ്ട്രൈക്ക് അടിച്ചു കൊടുക്കാമെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഇപ്പം കുഞ്ചാക്കോൻ്റെ മീര ജാസ്മിൻ്റെ സിനിമയാണെങ്കിൽ കുഞ്ചാക്കോൻ്റെ ഏതെങ്കിലും ഒരു പടത്തിലെ ഫോട്ടോ, മീര ജാസ്മിൻ്റെ ആണെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് രണ്ടും കൂടി വെച്ചിട്ട് സ്വന്തമായിട്ട് ടൈറ്റിലൊക്കെ ഉണ്ടാക്കി. ഇതൊന്നും ആ സമയത്ത് നടക്കുകയൊന്നുമില്ല. അതെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ട് തലേ ദിവസം വച്ച് എന്നിട്ട് എന്ത് ക്യാപ്ഷൻ ഇടണോ എന്നുള്ളത് ഈ റിവ്യൂ സിനിമ കണ്ടതിന് ശേഷം ചെയ്യത്തുള്ളൂ. തലക്കെട്ട് ഇപ്പോൾ ചില സിനിമക്ക് നമുക്കിപ്പം പുഷ്പിച്ചോ എന്നൊക്കെ ചോദിക്കുമല്ലോ. അതിപ്പോൾ പോസിറ്റീവ് ആവാൻ വരാം, നെഗറ്റീവ് വരാം. അങ്ങനത്തെയൊക്കെ മാത്രമേ നേരത്തെ ചെയ്ത് വയ്ക്കുള്ളൂ. ബാക്കി എല്ലാം ഡയലോഗൊക്കെ അപ്പോഴേ തന്നെ ചെയ്യണം. ഇനിയിപ്പം താങ്കൾ കൂടുതലും തിരുവനന്തപുരത്ത് തന്നെയാണല്ലോ തിയേറ്ററുകൾ കൂടുതലും പോകുന്നത്. തിരുവനന്തപുരം താങ്കളുടെ ജോലി, വീട്, കാര്യങ്ങളെല്ലാം ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് ഇപ്പം ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു തിയേറ്റർ അങ്ങനെ ഏരീസ് പ്ലസ് ഓഡിയോ. പക്ഷേ നിങ്ങൾ PVR എങ്ങനെയാണ്? നിങ്ങളിപ്പം ഏരീസ് പ്ലസ് ഒരു സിനിമാ പ്രേമി എന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, ഏരീസ് പ്ലസ് ഓഡിയോ ഒന്നാണോ അതോ ഐമാക്സ് ആണോ? നിങ്ങൾ റേറ്റിൻ്റെ കാര്യം വിടുക, പക്ഷേ ഒരു മികച്ച ഒരു ഐമാക്സ് എനിക്ക് റേറ്റിൻ്റെ കാര്യം നോക്കിയില്ലെങ്കിൽ എനിക്ക് ഐമാക്സ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. വലിയ സ്ക്രീൻ ഉണ്ടെന്നുള്ളൂ, സൗണ്ടൊന്നും പോരാ. അതിനേക്കാളും ബെറ്റർ 4DX ആണെന്ന് തോന്നുന്നു, 2 കുലുക്കോക്സും കിട്ടും. ഏരീസിൽ എന്ന് പറയുമ്പോൾ കാണാനൊരു സുഖമുണ്ട്, നല്ല വലിയ സ്ക്രീനാണ്, അതിനനുസരിച്ചുള്ള വലിപ്പമുണ്ട് സ്ക്രീൻ, തിയേറ്ററിന് ഡിസ്റ്റൻസ് ഉണ്ട്, സൗണ്ട് അത്രയും സെറ്റ് സൗണ്ടാണ്. എനിക്ക് ഏരീസ് പ്ലസ് ഓഡിയോ വണ്ണിൻ്റെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഹാളിൻ്റെ ഒരു വലിപ്പം ഉള്ളതുകൊണ്ട് നമ്മൾ ഏറ്റവും ഫ്രണ്ടിലത്തെ ഒരു 3-4 റോ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് പിന്നിലേക്ക് വരുമ്പോഴത്തേക്കും വലിയ പ്രശ്നം വരും. ഈ മുതലൊക്കെ അത്യാവശ്യം നല്ലതാണ്, നല്ല രീതിയിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു സെൻട്രൽ സ്പോട്ട് കിട്ടിയില്ലെങ്കിൽ കൂടെ തന്നെ നമ്മുടെ ഒരു സിനിമ ആസ്വാദനത്തെ ഓവറോൾ ഇത് അങ്ങനെ ബാധിക്കാറില്ല. മറ്റു തിയേറ്ററിലും എല്ലാ തിയേറ്ററിലും ചിലപ്പോൾ ഒരേ ഇതായിരിക്കത്തില്ല, ആ ഒരു ഹാളിൻ്റെ വിടുത്തും കാര്യങ്ങളൊക്കെ വെച്ച്. ചിലതൊക്കെ ഈ നമ്മളെ കൃപയിലൊക്കെ കോർണറിലൊക്കെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ കഴുത്ത് തന്നെ എടുക്കും. ഇപ്പോൾ ഐമാക്സിൻ്റെ കേസ് ഞാൻ പറയുന്നത്, ഐമാക്സിൽ പോയി ഭയങ്കര വലിപ്പമാണ്, സംഭവം വലിപ്പമുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള സ്ക്രീനിൽ സീറ്റിന് അത്ര ഇല്ല. അതായത് നമുക്ക് ഏറ്റവും ബാക്കിൽ ഇരുന്ന് പോയാലേ അത്യാവശ്യം നിറഞ്ഞ് കാണാൻ പറ്റും. ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ടാവും. ഏറ്റവും ബാക്കിൽ പോയാലേ നമുക്ക് അത്യാവശ്യം കണ്ണിൽ നിൽക്കേണ്ടത് കാണാൻ പറ്റും. ബാക്കിയെല്ലാം നമ്മളിങ്ങനെ മതിലിൻ്റെ മണ്ടയിൽ മൂട്ടി നോക്കുമ്പോഴാണ് ഈ ഇതിലേക്ക് തിയേറ്ററിലെ ഫ്രണ്ടിൽ വന്ന് ഈ ഏരീസിലൊക്കെ ഏറ്റവും 2ാമത്തെ 3ാമത്തെ റോയിൽ ഇരുന്ന് കാണും പോലത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ സൗണ്ടും വലിയ ഇതായിട്ടൊന്നുമില്ല. ഐമാക്സ് ഞാൻ അധികം പോകാറില്ല. പിന്നെ വേറെ ഒരു ഇപ്പം ലാസ്റ്റ് ഞാൻ ഐമാക്സിൽ കണ്ടത് ഗ്ലാഡിയേറ്റർ 2, വേറെ ഒരിടത്തും ഇല്ല, അതുകൊണ്ട് കണ്ടതാണ്. പണ്ട് ന്യൂ തിയേറ്ററിലായിരുന്നു ഇംഗ്ലീഷ് സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരുന്നത്. പണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ 2000 മുതൽ അങ്ങോട്ടുള്ള കാര്യം എനിക്ക്, കാരണം ഞാൻ അന്ന് പോലാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് തിയേറ്ററിലൊക്കെ പോയി തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സിനിമകൾ DTS അനുഭവിക്കാൻ വേണ്ടി മാത്രം, ആ ഒരു ഇതിൻ്റെ വേണ്ടി മാത്രം ന്യൂ തിയേറ്ററിൽ വന്ന് ഇംഗ്ലീഷ് സിനിമകൾ കാണുമായിരുന്നു അന്ന്. അപ്പോൾ താങ്കളൊരു നെയ്യാറ്റിൻകര സ്വദേശിയാണ്. ഞാൻ അതിനോട് ചേർന്ന് അടുത്ത ഒരു 6-7 കിലോമീറ്റർ ദൂരെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പണ്ട് നെയ്യാറ്റിൻകരയിൽ 3 തിയേറ്ററുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നിപ്പോൾ ഒരു തിയേറ്റർ പോലും ഇല്ല. അപ്പോൾ ഒരു നെയ്യാറ്റിൻകര സ്വദേശി എന്ന രീതിയിൽ അങ്ങനെ എന്തൊരു വിഷമമുണ്ട്. പക്ഷേ പണ്ട് നമുക്കിവിടെ 3 തിയേറ്ററൊക്കെ ഉണ്ട് സ്ഥലമായിരുന്നു, ഇപ്പം അങ്ങനെ ഇല്ല എന്നുള്ള രീതി. അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. കുട്ടിയിലത്തെ ഒരുപാട് കാര്യങ്ങൾ, കൊച്ചിലത്തെ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അതിനുള്ള അധികം, പക്ഷെ അവർ വേറെ രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്ക് കിട്ടിയ കുറേ സാധനങ്ങളുണ്ട്. അതിലൊന്നായിരുന്നു ഈ പറഞ്ഞ 3 തിയേറ്റർ. നമ്മൾ ഈ +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ വന്ന സമയത്ത് 9 വരെയാണ് അതിൻ്റെ താഴെ ഇരിക്കുന്നത്. തമീൻസ്, ശുഭ, MBs 9 വരെയാണ് താഴത്തെ ടിക്കറ്റ്. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഓരോരുത്തർ നുള്ളിപ്പറക്കി 9 വരെ എടുക്കുന്നു, നേരെ തിയേറ്ററിൽ പോകുന്നു,
ഫ്രണ്ട് ടിക്കറ്റ് എടുക്കുന്നു, പടം തുറക്കുന്നു, ചാടി ബാക്കി പോയിരിക്കുന്നു. തിയേറ്ററുകാർക്ക് അറിയാം നമ്മൾ എന്താ പറയുക, ഊളപ്പടങ്ങളാണ് പോണത്. ഓട്ടം തമിഴൊരു ആട്ടമുണ്ട്, പിന്നെ റഷ് അവർ, മൃഗം, ഇങ്ങനെ യാതെങ്കിലുമൊക്കെ മാട്ടപ്പടങ്ങൾ പോയി കാണുക. ദുബായ് സീനു, ഇത് ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്. അത് പക്ഷേ ഒരു രസമായിരുന്നു ആ സമയത്ത്. മറ്റേ ഫാനിൻ്റെ മൂട്ടിൽ ഉടുപ്പൊക്കെ തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കും, ഏസിയും കോപ്പമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ നഗരസഭ ആയതുകൊണ്ട് ടാക്സിന് എന്തോ വിഷയമുണ്ട്, നഗരസഭയ്ക്ക് ടാക്സിന് എന്തോ കൂടുതലുണ്ട്. അതുകൊണ്ടായിരിക്കും പുതിയ തിയേറ്റർ അവിടെ എടുക്കാത്തത്. ഇപ്പം നോക്കിയോ, നമ്മളെ എല്ലാ നഗരസഭയുടെ ബോർഡറിലാണ് നെയ്യാറ്റിൻകര ഇരിക്കുന്നത്. കാട്ടാക്കട ആയാലും പുല്ലുവളയാണെങ്കിലും അടുത്ത പഞ്ചായത്ത് ആയ സ്ഥലത്താണുള്ളത്. അതിൻ്റെ വിഷയമായിരിക്കും വരാത്തത്. എന്തായാലും എന്നെ ബാധിക്കാറില്ല. എനിക്ക് കാട്ടാക്കട വലിയ ദൂരമൊന്നുമില്ല. കാട്ടാക്കട ഒരു 15-20 മിനിറ്റേ ഉള്ളൂ. ഞാനും ഈ നെയ്യാറ്റിൻകര തിയേറ്ററുകളുടെ അന്നൊരു എക്സ്പീരിയൻസ് അത് വേറെ തന്നെയായിരുന്നു. ബാലരണ്യം ഉണ്ടായിരുന്നു. ബാലരണ്യം എനിക്ക് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ പോയി കണ്ട, ഒറ്റയ്ക്ക് ഞാൻ പോയി കണ്ടതിൽ ഒരു തിയേറ്റർ ബാലരാമരണ്യാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോയി കണ്ടത്. ഓലപ്പുരയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പോയി ഒറ്റയ്ക്ക് തിയേറ്ററിൽ പോയി കണ്ടത് 6-ാം തമ്പുരാൻ സിനിമയാണ്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം ആദ്യമായിട്ട് പോകുന്നതല്ലേ. അപ്പം ഉച്ചയ്ക്കതൊരു ഷോ ആണ് ഞാൻ പോയപ്പോൾ ഞാനങ്ങനെ പോയി ടിക്കറ്റ് എടുത്തു. നമ്മൾ ലാഘവത്തോടെ. പക്ഷേ അന്ന് ഹൗസ്ഫുള്ളാണ് അവിടെ. സംഭവം സി ക്ലാസ് സെൻറ്ററൊക്കെ ആണെങ്കിൽ അന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ലല്ലോ. സി ക്ലാസ് സെൻറ്റർ ഹൗസ്ഫുള്ളാവും. ഞാൻ ഈ ടിക്കറ്റൊക്കെ എടുത്ത് പതുക്കെ ഇങ്ങനെ ഒന്ന് കയറി പോയി നോക്കുമ്പോഴത്തേക്ക് വന്ന് സീറ്റില്ലേ, എനിക്ക് എല്ലാം ഹൗസ്ഫുള്ളായി. ടിക്കറ്റ് എടുത്തിട്ട്, അത് 15 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് എനിക്ക് മറ്റേ ഒരു മടക്ക് കസേര ഉണ്ടല്ലോ, മടക്ക് കസേര ഇരുന്നിട്ടാണ് ഞാൻ സിനിമ കാണുന്നത് 6-ാം തമ്പുരാൻ. അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയിലെ തിയേറ്ററിൽ അവസാനം ഞാൻ കണ്ടത് പുലിയൂര്. അത് അച്ഛൻ ഇത്രയും ദൂരം വരാൻ പറ്റും. അച്ഛൻ വയ്യാത്ത അവസ്ഥയിൽ അച്ഛനെ കൊണ്ട് കാണിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഒരു റിസ്ക് എടുത്ത് നെയ്യാറ്റിൻകര ശുഭയിൽ പോയിട്ട് പുലിമുരുകനാണ് അവസാനം കണ്ടത്. പിന്നെ കണ്ടിട്ടില്ല. ഇനി താങ്കൾ യൂട്യൂബിൽ ലൈവ് വരാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരാറുണ്ട്. അപ്പോൾ അതിൽ പാട്ട് പാടുന്നുണ്ട്. പിന്നെ താങ്കളുടെ തന്നെ തിരുവനന്തപുരം 2.0 എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ കൂടെയുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ കാണിക്കുന്ന വീഡിയോസ് വരാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ആലോചിക്കും, ഈ രംഗൻ ചേട്ടൻ എന്തോരം കഴിവുകളാണ്. കാരണം പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ താങ്കളിത് അഭ്യസിച്ചിട്ടുണ്ടോ? പാട്ടങ്ങനെ ഒരു സാധാരണ ഒരാൾ മൂളിപ്പാട്ട് പാടും പോലെ തോന്നുന്നു. അല്ല മറ്റേ ഭയങ്കരമായിട്ടൊന്നും അല്ല, ഞാൻ പാടുന്നില്ലല്ലോ. ഞാനിടയ്ക്ക് ഒന്ന് കമന്റ് ചെയ്തിട്ട് ജ്ഞാപകം മോദി പാടുമോന്ന് ചോദിച്ചിട്ട് നിങ്ങൾ അതിന് പാടിയില്ല. അതിലെനിക്ക് വിഷമം. അതുങ്ങളെ കിളത്തിയില്ല ചോദിച്ചു. ജ്ഞാപകം ഞാൻ ഓൾറെഡി പാടി ഇട്ടിട്ടുണ്ട്. അത് കേട്ടോ. ഇത് എപ്പോഴും ചോദിക്കണത്, എപ്പോഴും ചോദിച്ചിങ്ങനെ വിഷമിപ്പിക്കാതെ. പിന്നെ അതുപോലെ തന്നെ ഒരു ദിവസം ചെണ്ട നിങ്ങൾക്ക് ജ്ഞാപകം ഇഷ്ടപ്പെട്ടായിരുന്നു തിയേറ്ററിൽ? ഞാൻ സിനിമ കണ്ടില്ല. ഞാൻ അങ്ങനെ കുറച്ച് സെലക്റ്റീവായിട്ട് സിനിമ കാണുന്ന ആവേശം പോയി കണ്ടല്ലേ? അല്ല, അന്ന് ഞാൻ കണ്ടത് ആവേശവും. പിന്നെ ഞാൻ ആദ്യം കണ്ടത് ഇതായിരുന്നു, ഉണ്ണിമുഖം തന്നെ, ജയഗണേഷ്. കാരണം എനിക്ക് ഏരീസ് ഫ്ലെക്സിൽ അന്ന് ആദ്യത്തെ ഷോ ഇതായിരുന്നു, വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. അപ്പം ഞാൻ സിനിപോളിസിൽ പോയിട്ട് ജയഗണേഷ് കണ്ടിട്ട് 12:30 ഷോയ്ക്ക് ഇവിടെ വന്ന് ആവേശം കണ്ടു. ഈ 2 സിനിമകളാണ് ഞാൻ കണ്ടത്. പിന്നെ അതുപോലെ തന്നെ താങ്കൾ ചെണ്ട കൊട്ടുന്ന ഒരു വീഡിയോ ഒക്കെ വന്നിരുന്നല്ലോ. അതൊക്കെ ചെണ്ട അഭ്യസിച്ചുള്ളത് ചുമ്മാ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തിനാണ് ഞാൻ ചെണ്ട അഭ്യസിച്ചിട്ട് കൊട്ടത്? അവിടെ ഒരു ചെണ്ട എടുത്താൽ ചടിച്ചത്രേ ഉള്ളൂ. അത് തലവത്തിലേക്കാണ് കോലൊക്കെ പിടിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ നോക്കുമ്പോഴത്തേക്കും ചെണ്ട ഇങ്ങനെ പ്രോപ്പറായിട്ട് മറ്റേ ചുമ്മാ എവിടെയും വെച്ചിക്കില്ലോ. നമ്മളിങ്ങനെ ദേഹത്തൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കൊട്ടുന്നത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ ചെയ്തത്. പക്ഷേ ഞാൻ ഈ പിടിച്ച കോല് മാറിപ്പോയി. കോല് തിരിഞ്ഞു. അത് കുറേ ട്രോള് വന്നു. ചെണ്ടക്കോല് പിടിക്കാറുള്ള അടിക്കണതൊക്കെ മറ്റേ മാറാറ് അടിക്കും പോലെയാണ് അടിക്കണത്. ഇനി കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് ചോദിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചോദിച്ചോ. താങ്കൾ പലപ്പോഴും ലൈവ് വീഡിയോസിൽ വരുമ്പോഴത്തേക്കും താങ്കളുടേതായിട്ടുള്ള വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ചില സമയങ്ങൾ അതുപോലെ തന്നെ താങ്കൾ ഇതിനു മുമ്പ് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. താങ്കൾ അത് എടുത്തു പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഗാലറിക്കായി കൈയടിക്കുന്ന ഒരു രീതി, അതൊരു പ്രയോഗമാണ്. ഗാലറിക്ക് വേണ്ടി അതായത് നമ്മളിപ്പോൾ പൊതുവെ എല്ലാവരും ഈ ഒരു അഭിപ്രായം പറയുന്നത്, എന്നാൽ ഞാനും ആ ഒരു അഭിപ്രായം പറഞ്ഞേക്കാം. അതിൽ നിന്നൊന്നും മാറി വ്യത്യസ്തനാവുക എന്ന ഉദ്ദേശം അങ്ങനെയല്ല. ഒരു ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം പറയാൻ താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് റിവ്യൂവേഴ്സിന്, ഇപ്പം ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല, അപ്പം ആ ഒരു മാനദണ്ഡം, ഈ ഒരു സിനിമയ്ക്ക് കാണിച്ച ഒരു മാനദണ്ഡമുള്ള മറ്റേ സിനിമയ്ക്ക് കാണിച്ചത്, അപ്പോൾ അതൊരു ഇരട്ടത്താപ്പല്ലേ? ഇങ്ങനെയൊക്കെ നിങ്ങൾ സ്വയം ഇങ്ങനെ പറയുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഇപ്പം ചിലരിപ്പോൾ പറയുന്നുണ്ട്, ഇപ്പം ഈ ഒരു സിനിമയിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കണ്ടു, പക്ഷേ ഈ ഒരു സിനിമയിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ടായിട്ടും അത് ഇഗ്നോർ ചെയ്ത് പോയി, അതൊരു ഇരട്ടത്താപ്പല്ലേ? അങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എനിക്ക് പണ്ട് തോന്നിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരെക്കുറിച്ചാണെന്ന് പറയില്ല, കാരണം നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല ഫ്രണ്ട്സാണ്. പണ്ട് സമയത്ത് ഞാൻ ഒരാളെ വിമർശിച്ച സമയത്ത് ഇയാൾ ഇതുപോലെ ഇതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ കറക്റ്റായിട്ട് നോക്കി, അതിൻ്റെ എന്തുകൊണ്ട് നോക്കിയില്ല, നിങ്ങൾ ഒരാളെ ഉദ്ദേശിക്കുക, അയാളല്ല വേറെ ആളാണ്, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലായിട്ട് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് വന്നപ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ചില സിനിമയിൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്യണ കുറേ പോയിന്റ്സ് ഉണ്ട്.
ഇപ്പം നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്യണ സമയത്ത് ഫസ്റ്റ് ടൈം നമ്മൾ തിയേറ്ററിൽ കണ്ട് ശ്രദ്ധിക്കാത്ത സാധനങ്ങൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് കാണുമ്പം നമ്മൾ ആ മൈൻഡ് സെറ്റോടെയാണ് ഇരുന്ന് കാണുന്നത്. ഈ പടം റോസ്റ്റ് ചെയ്യണം, അപ്പോൾ എന്താ കിട്ടുമെന്നുള്ള രീതിയിൽ കാണുമ്പോൾ നമ്മൾ ആദ്യം കിട്ടാത്ത കുറേ സാധനങ്ങൾ കിട്ടും. അപ്പം കുറേ കാര്യങ്ങൾ അതുപോലെ ഇഗ്നോറായി പോകും. അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ചില സിനിമയിൽ ഈ പോർഷൻ ആയിരിക്കും നമുക്ക് സ്ട്രൈക്ക് ചെയ്യണത്. നിങ്ങൾക്കിപ്പം ഈ പുഷ്പ കണ്ട സമയത്ത് ഈ വന്ന സാധനം, അതായത് ഗെറ്റപ്പ് മാറി ഫാൻസി ഡ്രസ്സായിട്ട് വന്ന സാധനം നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ആയത്. എനിക്ക് അവിടെ മുതലാണ് ഈ പടം ഡ്രാഗ് ആവാൻ തുടങ്ങിയത്. അപ്പോൾ ഈ പെർസ്പെക്റ്റീവ് ചേഞ്ച് വരുമ്പം നമുക്ക് ഈ സിനിമയെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് സ്ട്രൈക്ക് ചെയ്യണ പോലെ ആയിരിക്കില്ല ബാക്കിയുള്ളവർ സ്ട്രൈക്ക് ചെയ്യണം. പ്രത്യേകിച്ച് ഇത് നിരൂപണങ്ങളൊക്കെ എല്ലാ ആദ്യ ദിവസം വരും സോഷ്യൽ മീഡിയയിൽ. അത് അവർക്ക് പഠിച്ച് ഒരു ഡീറ്റെയിൽ അനാലിസിസ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പം കുറച്ചുകൂടി നന്നായിട്ടുള്ളത്. എൻ്റെ ചോദിക്കുക തന്നെ എൻ്റെത് ആരുടെ നോക്കേണ്ട കാര്യം, കാരണം എൻ്റെത് ആദ്യമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായം ചിലപ്പം ഒരേപോലെ പറഞ്ഞു. അല്ല, എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ തെലുങ്ക് സിനിമകളുടെ കാര്യങ്ങൾ തന്നെ എടുത്തതിൽ ഒരു തെലുങ്ക് സിനിമയിൽ നിങ്ങൾക്ക് ഭയങ്കര മോശം, ഇത് കത്തിയാണ്, ലോജിക്കില്ല എന്നൊക്കെ പറയുന്നത്. എന്നാൽ വേറൊരു സിനിമയിൽ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ അത് എങ്ങനെ അതൊരു ഇരട്ടത്താപ്പല്ല. ഗുണ്ടൂർ കാണ്ടവും ശരിപ്പോത ശനിവാരം വരെയും നിങ്ങൾ പറയണം. ഇതിൽ കാര്യം എന്ന് പറഞ്ഞാൽ ലോജിക്ക് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാവുന്ന കേസുകൾ. നമുക്ക് സിനിമ ജോൺറ പരിഗണിച്ച് ഇപ്പോൾ ഡാർക്ക് ഹ്യൂമർ പടത്തിൽ ലോജിക്ക് വേണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. മാസ് മസാല പടത്തിൽ ലോജിക്ക് വേണമെന്ന് മാസ് പിടിക്കും. പക്ഷേ അതിനെ കവർ ചെയ്യണം എന്തെങ്കിലും ആ പടത്തിൽ വേണം. ഇത് നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ വേണം. ഈ ലോജിക് ഇഷ്യൂസ് മാത്രം വരുന്നത്, അതാണ് ഈ മലങ്കൽ ടൈം പോകുന്നത്. ലോജിക് ഇഷ്യൂസ് വന്നിട്ട് നല്ലതെന്ന് പറയാൻ ഒരു സാധനം ഇല്ലാത്ത ഒരു കാര്യം. ഇപ്പം ഇന്ത്യൻ ടൂവിൽ ലോജിക്കിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അന്യനിലും ലോജിക്കിൻ്റെ ഒരുപാട് പ്രശ്നമുണ്ട്. അതുകൊണ്ട് അതിൽ അന്യനിൽ ലോജിക്കിൻ്റെ പ്രശ്നത്തിന് കുഴപ്പമില്ല, ഇന്ത്യൻ ടൂവിൽ ഇതിൽ കുറ്റപ്പെടുത്തി ചോദിക്കാൻ പറ്റുമോ? കാരണം അന്യൽ അതിന് വരെ നല്ല സാധനങ്ങളുണ്ട്, ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ല, ഇപ്പം നിങ്ങളിപ്പോൾ ഗുണ്ടൂർകാരൻ, കാരണം ഞാനിത് പറയുന്നതിൻ്റെ കാരണം കാണുന്നവർക്കൊരു സംശയം ഉണ്ടാവും. നമ്മൾ തമ്മിൽ ഒരു ആശയ തർക്കം ഉണ്ടായിരുന്നു. ഇപ്പം ഗുണ്ടൂർകാരൻ എന്നൊരു തെലുങ്ക് സിനിമ മഹേഷ് ബാബു അഭിനയിച്ച ഒരു സിനിമയുണ്ട്. അതുപോലെ തന്നെ സരിപ്പോത്ത ശനിവാരം നാനി അഭിനയിച്ചൊരു സിനിമയുണ്ട്. അപ്പോൾ രണ്ട് സിനിമകൾ നമുക്കൊരു ലോജിക്ക്, കാരണം എന്നാൽ ഗുണ്ടൂർകാരത്തിനകത്ത് അതിൻ്റെ ഒരു തമാശ രീതിയിൽ ഇപ്പം നമ്മൾ രജനീകാന്തൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ സിഗരറ്റിൻ്റെ ഇത് മീൻസ് ദേഹത്ത് നിടുന്നു, ഇങ്ങനത്തെ കാണിക്കുമ്പോഴത്തേക്ക് അത് ആ ഒരു സിനിമയുടെ ജോണർ അങ്ങനെയാണ്. അവർ അങ്ങനെ തമാശയായിട്ട് കണ്ടാൽ മതി എന്നുള്ളൊരു ഇതാണ്. പക്ഷേ എന്നാൽ ശരിപ്പോത്ത ശനിവാരം എന്ന സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് അത് വർക്കായില്ല. ഇദ്ദേഹത്തിന് നേരെ തിരിച്ചു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് കാണുന്നവർക്ക് ഒരുപക്ഷെ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. അത് എൻ്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു, നമ്മൾ ഒരു സിനിമയിൽ നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കേസ് പറയാനാണെങ്കിൽ ഈ സരിപ്പോത്ത ശനിവാരം ഞാൻ തിയേറ്ററിലാണ് കണ്ടത്, മറ്റേത് OTT-ലാണ് കണ്ടത്. അതിൻ്റെ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും. രണ്ട്, ഈ കാണുന്ന ഈ കോമഡി, എനിക്ക് കോമഡിയിൽ തോന്നുന്നുണ്ട്, എനിക്ക് ചിരിക്കാനും വെറുപ്പിക്കലാണ് അതിന് തോന്നിയത്. പിന്നെ വന്ന് പാട്ട് കൊള്ളായിരുന്നു, ബാക്കിയുള്ള റൊമാൻസിൻ്റെ ക്രിഞ്ച് സീനുകൾ ഇതൊന്നും എനിക്ക് വർക്കൗട്ടില്ല. അതേസമയം ഈ മറ്റേ പടത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയില്ല. എസ് എ സൂര്യ പ്രത്യേകിച്ച് നമുക്ക് എസ് എ സൂര്യ അടുത്തൊരു ഇഷ്ടമുണ്ട്, അയാളുടെ ഒരു സ്വാഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മാസാക്ഷം പടം രീതിയിൽ അത് ഭയങ്കര സംഭവം ഞാൻ പറഞ്ഞില്ല, ഓക്കെ എന്നേ പറഞ്ഞോളൂ. ഓക്കെ, അപ്പം നമ്മൾ ചോദിച്ചത് കാരണം നമ്മൾ സംസാരിച്ചത് ഒരു സുഹൃത്തുക്കളെ പോലെ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ള ഈ ഒരു വിഷയം ഉണ്ടാവും. ഇതുകൊണ്ടാണ് പല സിനിമകൾക്ക് മിക്സഡ് ഒപ്പീനിയൻ വരണത്. ചിലർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു, ചിലർക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടില്ല. അതാണ് ഇത് ഓരോരുത്തർക്ക് ഓരോ രീതിയിലല്ലേ സിനിമ അവർ അപ്രോച്ച് ചെയ്യണത്. ഇനി വീഡിയോ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പം ചിലരുടെ ഭാഗത്ത് നിന്ന്, ഇപ്പോൾ സിനിമയുടെ പിന്നണി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തന്നെ ചിലപ്പം മികച്ച അഭിപ്രായങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ തന്നെ മോശമായിട്ട് അങ്ങനെ ഉണ്ടാവാം. അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അതായത് നിങ്ങൾ സിനിമ ചെയ്തു, വീഡിയോകൾ ചെയ്തു, അപ്ലോഡ് ചെയ്തു, അതിനുശേഷം എന്തെങ്കിലും ഒരു ഭീഷണി പോലത്തെ എന്തെങ്കിലും, ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റേ സ്ട്രൈക്ക് കൊടുക്കുക അങ്ങനത്തെ ഒന്നുമല്ല, നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് എന്തെങ്കിലും ഒരു നല്ല അനുഭവം, മോശം അനുഭവം, അങ്ങനെ എന്തെങ്കിലും? മോശം അനുഭവം ഒന്നും ആരും വിളിച്ച് അങ്ങനെ സംഭവിച്ചിട്ടൊന്നുമില്ല. കുറച്ച് ഫാൻസിൻ്റെ കുറച്ച് ചീത്തകളിൽ കമൻറ്റ്, അത് ഞാൻ മൈൻഡ് ചെയ്യില്ല. അല്ലാതെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞാൻ ഈ ഇപ്പോൾ തമിഴിലോ തെലുങ്കിലോ ഒക്കെ ഒരു പടം നമുക്ക് വെറുപ്പിക്കൽ പടം ഉണ്ടാക്കി ഞാൻ വന്ന് നിന്നിട്ട് അതിൻ്റെ ഒരു ട്രോളി അങ്ങ് സംസാരിക്കുകയുള്ളൂ. മലയാളത്തിൽ വരുമ്പം എനിക്കൊരിത് തോന്നും, കാരണം ഇത് വേറെ ഒരിടത്തും ആരും കാണാനില്ല, മലയാള ലോകത്തിൽ കാണാനുള്ളൂ. അപ്പം ഒന്നത് ഫസ്റ്റ് ഇടുന്ന റിവ്യൂ എൻ്റെതാണ്, മിക്കതും വരുന്നത് ആദ്യത്തെ എൻ്റെതായിരിക്കും. കാരണം ഞാൻ വേറെ പശ്ചാത്തലമോ മറ്റേ ടെക്നിക്കൽ ഇതൊന്നും നോക്കിയൊന്നുമില്ല. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ കാരണം ഒരു ഉപദ്രവം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട് പല സിനിമകളും ഇത്രയും വലിച്ച് കീറി വയ്ക്കാമെന്ന് വിചാരിച്ച പടങ്ങൾ വരെ അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലങ്ങ് പറഞ്ഞു. എന്നാലും പോസിറ്റീവ് ഒന്നും പറയില്ല, ഇഷ്ടപ്പെട്ടില്ല, ഇന്ന കാര്യങ്ങൾ വർക്കായില്ല, ഇന്ന കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് അവിടെ ഉണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞു പോവുക എന്നുള്ള രീതിയെ ഞാൻ ഫോളോ ചെയ്യാം. അല്ല അവരെ ഇൻറ്റൻഷനലി ആരെയും ദ്രോഹിക്കാനോ അവരെ വിഷമിപ്പിക്കാനോ. ചില സിനിമകൾ പിന്നെ നമ്മളെ പ്രേക്ഷകൻ്റെ ക്ഷമയെ പരീക്ഷിച്ച് ഒരു വിലയും പ്രേക്ഷകന് തരാത്ത സിനിമകൾ വരുമ്പോഴാണ്, അതും ഞാൻ രാത്രിയൊക്കെ ആണെങ്കിലേ പറയുള്ളൂ, രാവിലെ ഫസ്റ്റ് കഴിഞ്ഞിട്ടൊന്നും ഞാൻ അങ്ങനെ വലിച്ചു വയ്ക്കാറില്ല. ചില പടങ്ങൾ വെച്ചിട്ടുണ്ട്,
അത് അർഹിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ സിനിമ. അതിപ്പോൾ ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതിൻ്റെ ഒന്നും ഔട്ട്പുട്ടൊന്നും മാറാൻ പോണില്ല. ഈ പറഞ്ഞ പെർസ്പെക്റ്റീവ് ചേഞ്ച് ഉണ്ടല്ലോ, ചില സിനിമകൾ ചിലർക്ക് ഇഷ്ടപ്പെടാം, നമ്മളായിട്ട് വന്ന് നിന്നിട്ട് നെഗറ്റീവ് അടിച്ച് മടുപ്പിക്കുന്ന ശരിയല്ലല്ലോ. അങ്ങനെ വരുന്ന സിനിമകൾ ഏതൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റും. ചില സിനിമകളിൽ ചില കാര്യങ്ങൾ കൊണ്ട് ചിലത് വർക്കാവാതെ പോകുന്നു, പക്ഷെ അവർ ഉദ്ദേശിച്ചത് വേറൊരു സാധനമാണ്, അത് നമുക്ക് മനസ്സിലാവും. അത് ഈ പറഞ്ഞ അത്രയും വലിയ പ്രശ്നം, ഇപ്പം ലോജിക്ക്, ഈ പറഞ്ഞ പോലെ ലോജിക്ക് പ്രശ്നം അധികമായിട്ട് നോക്കാത്തവർക്ക് അതൊന്നും വിഷയമാവില്ല, അവർക്ക് ഇഷ്ടപ്പെടാം. അങ്ങനത്തെ സിനിമകളുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ വന്നിട്ട് അത് കൊള്ളൂല ഇത് കൊള്ളൂല എന്ന് പറയാൻ നമ്മളാരും അല്ലല്ലോ. ചില സിനിമകളുണ്ട് അത് ആർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാതെ ഞാൻ മനസ്സിലാക്കുന്ന കുറേ സിനിമകളുണ്ട്. അത് അങ്ങനെ തന്നെ ആയിരിക്കും അതിൻ്റെ ഫലം വന്നിട്ടുണ്ടാവുക. അത് ഞാനിപ്പോൾ എന്ത് പറഞ്ഞിട്ടും അതിന് ബാധിക്കാൻ നമ്മളുണ്ട്. പണ്ട് ഞാൻ അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. ഇപ്പോൾ നോക്കിയപ്പോൾ ഒരു മലയാള സിനിമകളൊക്കെ ഒരു 5000-6000 പേര് യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. മൊത്തത്തിൽ ഇൻസ്റ്റയിൽ എല്ലായിടത്തും കൂടി നോക്കുമ്പോൾ ഒരു 15, അതൊരു മോശം നമ്പറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അടുത്ത് എനിക്ക് തോന്നുന്നു പിന്നെ അവർ നല്ല തോന്നിയിട്ടുള്ള നല്ലത് ഒരുപാട് സിനിമാക്കാരൊക്കെ നന്ദി പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പേരടുത്തൊക്കെ കമ്പനി ആവാൻ സാധിച്ചിട്ടുണ്ട്. ആരടുത്ത് അങ്ങനെ വെറുതെ. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം വരില്ലേ? കാരണം നല്ലൊരു അഭിപ്രായം പറഞ്ഞ ഒരാളുടെ സിനിമ ഇനി അടുത്ത് നമുക്ക് സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, ഒരു മോശം അഭിപ്രായം പറയുമ്പോഴത്തേക്ക് അയ്യോ അദ്ദേഹത്തിന് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കില്ലേ? അത് എനിക്ക് പരിചയമുള്ള ഒരാളെന്നുള്ള കൺസിഡറേഷൻ എനിക്കില്ലല്ലോ. ഞാൻ എല്ലാവരും അവരുടെ ഒരു സൈഡും കൂടി സിനിമാക്കാരുടെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു ശ്രമം അതിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെയും അങ്ങനെ ഇപ്പം ഞാനാണ് ഈ സിനിമ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള രീതി ഒരു മൈൻഡിൽ കിടപ്പുണ്ട്. ഇപ്പോൾ ഇതിൽ ഒരു പാലമാണിത് എന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഒരു ജെന്യൂനിറ്റി കാണിക്കണം, അവരുടെ പൈസയ്ക്ക് വിലയുണ്ട്. അതുപോലെ സിനിമാക്കാർ ഒരു എഫർട്ട് എടുത്തൊരു സിനിമ കൊണ്ടുവരുമ്പം നമ്മളൊരു കാര്യമില്ലാതെ തിയേറ്ററിൽ പോയിരുന്നിട്ട് ഒരു ഷോ കണ്ടിട്ട് അങ്ങ് കീറിവിടാൻ നമുക്ക് അതിൻ്റെ എന്ത് അധികാരമാണുള്ളത്? അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ശരിയാണ്. അപ്പോൾ ഇതെൻ്റെ പരിചയക്കാരനാണെങ്കിലോ അല്ലെങ്കിലോ ഞാനത് അത് നോക്കുന്നില്ല. അവരുടെ ആത്മാർത്ഥമായിട്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥത നമുക്ക് നോക്കി തന്നെയാണ് നമ്മളെല്ലാം സിനിമ ചെയ്യുന്നത്. ഈ പറഞ്ഞ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു ഗുരുസ്ഥാനീയനായിട്ടുള്ള ഒരാളുണ്ട്. എൻ്റെ പേര് സുരേഷ് കുമാർ രവീന്ദ്രൻ എന്നാണ്. ജാക്ക് ആൻഡ് ജില്ലിൻ്റെ ഡയലോഗ് എഴുതിയത് പുള്ളിക്കാരനാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് കാലം സ്വപ്നം കണ്ട്, എനിക്കറിയാം ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ചാനൽ തുടങ്ങാനുള്ള മെയിൻ ഒരു ഇൻസ്പിറേഷൻ പുള്ളിയാണ് ഇങ്ങനെ പ്രഷർ ചെയ്തുകൊണ്ടിരുന്നത്, ഈ തുടങ്ങുന്നു പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വർഷങ്ങളായിട്ടുള്ള ഒരു സിനിമയിലേക്കുള്ള ഒരു എൻട്രി ആയിരുന്നു ആ സിനിമ. അത് പരാജയപ്പെട്ട് ആ സിനിമയുടെ റിവ്യൂ ഞാൻ ആദ്യത്തെ ദിവസം ഇട്ടിട്ടുണ്ട്. ഞാൻ പോസിറ്റീവല്ല ഇട്ടിരിക്കുന്നത്. അത് പറഞ്ഞാൽ പുള്ളിക്ക് എൻ്റെ അടുത്ത് ശത്രുത ദേഷ്യമൊന്നുമില്ല, ഞാൻ പുള്ളി അറിയാം. അപ്പോൾ എന്നെ മനസ്സിലാക്കണ ഒരു ഈ പറയുന്ന ഭരതനാട്യത്തിൻ്റെ ഡയറക്ടർ, അദ്ദേഹം എന്നെ ഫോളോ ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാർ ഇതായിരുന്നു എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഡയറക്ടറാണെന്നുള്ള എനിക്കറിയാം. ബിഗ് ബോസിൻ്റെ റിവ്യൂ വെച്ചിട്ടായിരുന്നു പുള്ളി കൂടുതലായിട്ട് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ ഞാൻ കണ്ട്, അത് ഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ്. പക്ഷേ എൻ്റെ ക്ലൈമാക്സ് കണ്ടിട്ട് എനിക്ക് ക്രിഞ്ചടിച്ച്, ഞാൻ ക്രിഞ്ചാണെന്ന് പറയുന്നത്. അത് പുള്ളിക്കാരൻ എൻ്റെ റിവ്യൂ കണ്ടായിരുന്നു. പുള്ളിക്കായിട്ട് പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഞാനത് അങ്ങനെ എടുത്ത് പറയണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് ക്ലൈമാക്സ് ഞാൻ മോശമെന്ന് പറഞ്ഞിട്ടില്ല, എനിക്കത് ക്രിഞ്ചായിട്ട് തോന്നി. പക്ഷേ ഒരു കോംപ്രമൈസ്, അതായത് ഒരു ഒപ്പിക്കൽ പോലെയാണ് ഈ ഫീൽ ചെയ്തത്. കുറച്ചുകൂടി നല്ലൊരു ക്ലൈമാക്സ് ഈ സിനിമ അർഹിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഇനി മിക്കവാറും താങ്കൾ സിനിമ മിക്കവാറും വ്യാഴാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളാണ് ഈ ഒരു സിനിമ കാണാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ചില ദിവസങ്ങളിൽ അത് 5-6 സിനിമകളൊക്കെ റിലീസാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാറുണ്ട്. ഈ അടുത്ത് എനിക്ക് തോന്നുന്നു ഒരു ദിവസം 5 സിനിമകൾ ബാക്ക് ടു ബാക്ക് കണ്ടിരുന്നു. ഒരു ദിവസം കണ്ടിട്ടുള്ള ഏറ്റവും മാക്സിമം നമ്പർ അത് തന്നെയാണ്, 5 സിനിമ. അതിനപ്പുറം കാണാൻ പറ്റുമോ? അല്ല, 5 സിനിമകൾ, അതും ഈ സിറ്റിയുടെ അവിടെ കിടക്കുന്ന തിയേറ്ററുകളിലാണ് പോയതല്ലേ? കാരണം ഒരേ രാവിലെ 7 മണിക്ക് 6 മണിക്ക് 4 മണിക്കൊന്നും ഷോ ഒന്നുമില്ല. ഫസ്റ്റ് ഷോ തുടങ്ങി 10 മണിക്ക്. എന്നിട്ട് പിന്നെ അത് രാത്രി, എനിക്ക് തോന്നുന്നു രാത്രിത്തെ 11:30. ഓ, അത്രയും ലേറ്റായി. അത്രയും ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ ഒരു ദിവസം അതാണ് റെക്കോർഡ്. അപ്പം പിന്നെ ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമുണ്ട്. താങ്കൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് മാത്രം ഇതെങ്ങനെ ഇത്ര ലീവ് കിട്ടും? അല്ല, ഈ 5 സിനിമകൾ റിലീസ് ആവുന്നതിൻ്റെ ഡേറ്റ് നേരത്തെ അനൗൺസ്ഡ് ഡേറ്റാണ്. അപ്പോൾ അന്ന് നമുക്ക് ലീവ് എടുക്കാൻ പറ്റുമല്ലോ. അത് നമ്മൾ കഴിഞ്ഞ മാസമേ നമ്മൾ പറയുമല്ലോ ഇന്ന ദിവസം ലീവായിരുന്നു. ഇപ്പം നിന്ന നിപ്പിൽ 3 പടമൊക്കെ പറഞ്ഞതെന്ന് ഞാൻ കാണുന്നില്ല. ഇപ്പം നാളെ ഇറങ്ങാൻ പോണ സിനിമ ഒരെണ്ണം എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഈ കണ്ടത് ഏതൊക്കെയാണ്? ഒന്ന് ലക്കി ഭാസ്കർ, അമരൻ, അതുപോലെ ബ്ലഡി ബഗർ, ബഗീര, പിന്നെ ബ്രദർ. ഇതാണ് 5 സിനിമകൾ. ഈ 5 സിനിമ അന്ന് തന്നെ റിലീസാവുന്നുള്ളത് കഴിഞ്ഞ മാസമേ നമുക്കറിയാമെന്നുള്ള കാര്യം. പിന്നെ അതെന്താ അന്ന് ഹോളിഡേ എന്തോ ആയിരുന്നില്ലേ? പിന്നെ ഈ പോൾ ഇട്ടിട്ടാണ് അന്ന് ഹോളിഡേ എന്തോ ആയതെന്നാണ് എൻ്റെ ഓർമ്മ. എന്തോ ആയിരുന്നു. അന്നൊരു എന്തോ ഉണ്ടായിരുന്നല്ലേ. പിന്നെ അതുപോലെ തന്നെ മിക്കവാറും താങ്കൾ കാണാൻ ഉദ്ദേശിക്കുന്ന സിനിമ, താങ്കൾ വ്യക്തിപരമായിട്ടുള്ള ഒരു പേഴ്സണൽ ചോയ്സ് ഉണ്ടാകും, ഇന്ന സിനിമകൾ ഞാൻ എന്തായാലും കാണാൻ പോകുന്നുണ്ട്. പിന്നെ അതിനുശേഷം നിങ്ങൾ പോൾ ഇടാറുണ്ട് യൂട്യൂബിൽ. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന സിനിമകൾക്കാണ് നിങ്ങൾ പോകുന്നത്. ഏറ്റവും കൂടുതൽ വോട്ടെന്നല്ല, ഒരു 150 വോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പോകും.
അതിപ്പോൾ 2-3 പടത്തിന് വന്നാൽ 3 പടം പോകും. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇനി പോൾ ഇടേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അത് പണ്ട് ഞാൻ ഈ പോളിൻ്റെ കൂട്ടത്തിൽ ഒന്നും വേണ്ട ഒരു ഓപ്ഷൻ കൂടി വയ്ക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന് ഒന്നും വേണ്ട കിട്ടും. അപ്പോൾ എനിക്ക് ഇഷ്ടമല്ല 4 സിനിമകൾ ഇറങ്ങണം, 4 അപരാധമാണ്. നമുക്കൊരു ഇതുണ്ടല്ലോ, തിയേറ്ററിൽ കാണാൻ പറ്റില്ല എന്നുള്ള സിനിമ വരുമ്പം ഞാൻ ഈ ഒന്നും വേണ്ട ഇവിടെ ഇട്ട് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും അതിന് വോട്ട് ചെയ്യും. അപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു വോട്ട്. ഇത് ഞാൻ പോളിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവൻ ആ സിനിമ കണ്ട് ഈ സിനിമ കണ്ടില്ല, അവൻ മറ്റവനായിട്ടാണ് ആ സിനിമ കണ്ടത്, ഇത് ഇവൻ ഇന്ന ആൾ, ഇവൻ കമ്മിയായിട്ടാണ് ഇത് കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഇതൊന്നും കുഴപ്പമില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കാണുന്ന സിനിമകൾ ഞാൻ വന്ന് ഇപ്പോൾ ഹൈപ്പുള്ള പുഷ്പയ്ക്കൊന്നും എനിക്ക് വോട്ടിടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വോട്ടിട്ട് കഴിഞ്ഞാൽ അതിനെ വോട്ട് വരുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ പോയി കണ്ടിട്ട്, അല്ലാതെ ഇതുപോലെ കിടക്കുന്ന സിനിമകളിൽ ഓഡിയൻസിന് ഏതെങ്കിലും സിനിമയ്ക്ക് അഭിപ്രായം അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇടുക എന്നുള്ള സെറ്റപ്പിൽ ഞാൻ ഇറങ്ങുന്ന പടങ്ങളെല്ലാം ഇടാറുണ്ട്. പലരും ഇത്രയും സിനിമകൾ ഈ ആഴ്ച ഇറങ്ങണമെന്നുള്ളത് അത് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇതൊക്കെ സിനിമയല്ല, വേറാണ് അതൊക്കെ. അല്ല, അത് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ ഏത് സിനിമയുടെ ഇതൊക്കെ സിനിമ ചോദിക്കുന്നത്. അതിൽ മറ്റേ പറഞ്ഞാൽ ഈ ഇറങ്ങണ എത്ര സിനിമകൾ നല്ലതുണ്ട്. പക്ഷേ ഒരുപാട് നല്ല സിനിമകൾ, ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് ഞാൻ അല്ലാതെ കാണൂലായിരുന്നു കേട്ടോ. അത് ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊക്കെ പരാജയപ്പെട്ടു പോയി. അതൊക്കെ ഈ വോട്ട് വന്നതുകൊണ്ട് മാത്രം കണ്ട സിനിമകളാണ്. ഇനി സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സിനിമയുടെ PR ടീം അല്ലെങ്കിൽ പിന്നണി പ്രവർത്തകർ എപ്പോഴെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ? അല്ല, സിനിമയുടെ ഡയറക്ടർമാർ വന്നിട്ട് ബ്രോ ഇങ്ങനെ ഒരു പടം റിലീസാകുന്നുണ്ട്, ഒന്ന് കണ്ട അഭിപ്രായം പറയുക, ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം പറയുക എന്നേ പറയാം. അല്ലാതെ ഒരു മോണിറ്ററി ഇത് വെച്ചിട്ട് അങ്ങനെ ആരും ചെയ്യത്തില്ല. ഇല്ല, അങ്ങനെ ചെയ്യില്ലല്ലോ. അങ്ങനെ അവർ ചെയ്യത്തില്ല. അതിപ്പോൾ ചെയ്യാൻ പറ്റില്ലെന്ന് അറിയാം. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ ക്രെഡിബിലിറ്റിയെ ബാധിക്കൂലേ. ഒരു പൈസ തന്നാലോ നമ്മൾ പൈസ വാങ്ങിച്ചാലോ. ചിലപ്പോൾ നമ്മൾ ടീസർ ഡീകോഡിങ് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി അതൊക്കെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ള അതൊക്കെ അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ അതൊന്നും എനിക്ക് വരില്ല. ഈ ട്രെയിലർ ടീസർ റെക്കോർഡിങ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല സ്പോയിലർ ആയി പോകും. പിന്നെ അതുപോലെ തന്നെ താങ്കൾ ഒത്തിരി റോസ്റ്റിംഗ് പിന്നെ ചുരുളഴിഞ്ഞ രഹസ്യങ്ങൾ എന്ന രീതിയിൽ ഒരു സീരീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇപ്പം പക്ഷേ അതിൻ്റെ ഒരു എണ്ണം കുറഞ്ഞു. എന്തായിരിക്കും? ഇപ്പോഴാണ് എണ്ണം കൂട്ടിയത് ചുരുളഴിഞ്ഞിൻ്റെ. ആണോ? ഇപ്പം എല്ലാം തുടർന്നുണ്ട്. അയ്യോ, അപ്പം ഞാൻ എവിടെയൊക്കെ ഫോളോ ചെയ്യാം. ഇടയ്ക്ക് വെച്ച് കുറച്ച് ദിവസമാണ് ഞാൻ ഇടായിരുന്നു. ഓക്കെ. അപ്പം ഇനി 2024 ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസംബറിൽ നിൽക്കുകയാണ്. ഇനി വളരെ കുറച്ച് സിനിമകൾ മാത്രമേ നമുക്ക് ഇറങ്ങാനായിട്ടുള്ളൂ. അപ്പോൾ താങ്കൾ ഇനി പ്രതീക്ഷിച്ചിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ്? ആദ്യം ആർക്കും പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ എനിക്ക് ലാലേട്ടൻ ഡയറക്റ്റ് ചെയ്ത സിനിമ എന്നുള്ള ഒരു സാധനം തന്നെയാണ് ഫസ്റ്റ് പരിഗണന. ബെറോസ് കുട്ടികൾക്കുള്ള സിനിമയായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അതായാലും മതി. പിന്നെ മാർക്കോയ്ക്ക് ഒരു ഹനീഫ് അദേനിയാണ് അതിൻ്റെ ഒരു. പക്ഷേ പുള്ളിക്ക് നല്ല മേക്കിംഗ്, സിനിമ നന്നായിട്ട് മേക്ക് ചെയ്യാൻ അറിയാം. സ്ക്രിപ്റ്റ് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ ഞാൻ വിശ്വസിക്കുന്നത്. ട്രെയിലറൊക്കെ പ്രോമിസിംഗ് ആയിരുന്നു. മാർക്കോയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ ED എന്നൊരു സിനിമയുണ്ട്. 2024 ഇതുവരെ കണ്ട സിനിമകളിൽ ഒരു സിനിമ പിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും തിയേറ്റർ എക്സ്പീരിയൻസ് കൊണ്ടും അല്ലെങ്കിൽ എല്ലാം കൊണ്ടും മനസ്സ് നിറഞ്ഞ ഒരു സിനിമ ഇതുവരെ കണ്ട സിനിമകളിൽ അങ്ങനെ ഒരു സിനിമ പെട്ടെന്ന് ജോൺറ വ്യത്യാസം വരില്ലേ. എല്ലാം കൊണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൽക്കി നല്ല ഹെവി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ആവേശം മനസ്സ് നിറഞ്ഞൊരു സിനിമയായിരുന്നു. ഇതിൽ അത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവേശം തന്നെ പറയും. ഇനി നമുക്ക് സിനിമകളിൽ നിന്ന് മാറി കുറച്ച് കാര്യങ്ങൾ താങ്കൾ ചെയ്യാറുണ്ട്. അത് വീഡിയോസ് ചെയ്യുന്നത്. ഇപ്പം ബിഗ് ബോസ് കുറച്ച് വർഷങ്ങളായിട്ട് താങ്കൾ ചെയ്യുന്നുണ്ടായിരുന്നു. പലരും താങ്കളുടെ ചാനലിൻ്റെ ഫോളോവേഴ്സ് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് 2 കാറ്റഗറി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2 അല്ല 4 കാറ്റഗറി ഉണ്ട്. സിനിമ റോസ്റ്റ് ഫോളോ ചെയ്യുന്ന കുറച്ച് ടീമുകളുണ്ട്. അവർ റോസ്റ്റ് മാത്രമേ കാണുള്ളൂ. റിവ്യൂസ് ഫോളോ ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. ചുരുൾ ഫോളോ ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. ഈ 4 കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. അപ്പം എനിക്ക് അതാണെന്ന് തോന്നി. ഞാൻ നിങ്ങളുടെ റിവ്യൂസ് മാത്രം കൂടുതലായിട്ട് കാണുന്നു. എനിക്ക് മറ്റ് സജഷനായിട്ടാണ് വരുന്നത് ഈ ചുരുളഴിഞ്ഞ രഹസ്യങ്ങൾ. അപ്പം ഈ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ രീതിയിലൊരു കോൺട്രവേഴ്സി പോലെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. താങ്കൾ കഴിഞ്ഞ വർഷം ബിഗ് ബോസ് ഇടയ്ക്ക് വെച്ച് താങ്കളത് ബിഗ് ബോസ് റിയാക്ട് ചെയ്യുന്നത് തന്നെ നിർത്തിയായിരുന്നു ഇല്ലേ? 50 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അതിന് ശേഷം റിയാക്ട് ചെയ്യും ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇനി ഈ വർഷം ഇനി അടുത്ത് വരുന്ന സീസൺ എങ്ങനെയാണ്? ഇതുവരെ എന്തെങ്കിലും തീരുമാനം എടുത്തോ? കാണണം. ഞാൻ എന്തായാലും എൻ്റെ ഈ പ്രധാന ചാനലിൽ ഇടുന്നില്ല എന്ന് ഞാൻ തീരുമാനിക്കുകയാണ്. ചിലപ്പോൾ ആദ്യത്തെ ദിവസത്തെ വല്ലതും ഇടുമായിരിക്കും. ഇതിൽ കുറച്ച് വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. ആ വിഷയങ്ങളിൽ അവർ ഒരു നീതികേട് കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ അവരെന്തെങ്കിലും ആക്ഷൻ എടുത്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അതിന് പരസ്യമായിട്ട് വന്ന് നിന്നിട്ട് പബ്ലിസിറ്റി കൊടുത്ത് അറിയിക്കണമെന്നൊന്നുമില്ല. അവരവിടെ ആക്ഷൻ എടുത്തിട്ടുണ്ട്, അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. വേറെ സീനൊന്നുമില്ല. ഇപ്പം അഖിൽമാരാർ പറഞ്ഞ സ്ത്രീ വിഷയം അതൊക്കെ ആരെയും ഇപ്പോൾ ഫോഴ്സ്ഫുള്ളി എന്നെ ബലാത്സംഗം ചെയ്യണമെന്നല്ലല്ലോ ഇത് പറയാൻ പറ്റുമോ പറഞ്ഞുകൂടാ. അവർക്ക് പരാതി ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് പ്രശ്നമൊന്നുമില്ല. പരാതിയുള്ളവർ പരാതി കൊടുക്കട്ടെ എന്നാൽ അതിനുള്ള കാര്യം. പക്ഷെ മറ്റത് DJ സിബിന് സംഭവിച്ചിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് അത് എനിക്കതിൻ്റെ ഫാക്റ്റ് ബോധ്യപ്പെട്ടതാണ്. അത് ഭയങ്കരമായിട്ടുള്ള ഒരു ചെയ്ത്താണ്. അതിനുള്ള ഒരു റെമഡി അവർ ചെയ്യണം. ഓക്കെ.
അതുപോലെ തന്നെ ഇടയ്ക്ക് കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു, അതായത് മറ്റുള്ളവരുടെ ഒരു അനുകരിച്ച് കൊണ്ടിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പം അത് പക്ഷെ കുറേ നാളായിട്ട് അത് കാണാനില്ല. അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് അശ്വന്ത് ഗോക്കിന് ദുഷ്യന്ത് കമ്പനി ആയിപ്പോയി പക്ഷെ നമുക്ക് ചെയ്യാനൊരു ഫീൽ ചെയ്യുന്നുള്ളൊരു അല്ല, അതൊരു തമാശ ആയിട്ട് ചെയ്യുന്നില്ല, അത് ഒരിക്കലും മോശമായിട്ടോ അല്ലെങ്കിൽ ഒരു അല്ല. ഞാനിത് അശ്വന്ത് ഗോക്കിന്റെ ഉണ്ണി വ്ളോഗ്സിനാണ് ഇട്ടിരുന്നത്. അവിടെ തമാശ ആണെങ്കിൽ പോലെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോൺ. എനിക്ക് തോന്നുന്നു സംസാര ശൈലി വെച്ചിട്ട് ഷസാമിന് പക്ഷെ ഒരു വിഗ് വേണം. ഷസാമിന്റെ ഇപ്പോഴത്തെ ഒരു ഹെയർ സ്റ്റൈൽ വെച്ചിട്ടുള്ള ഒരു വിഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് കണ്ടന്റ് വേണം. നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, പറയാൻ പറ്റും. ഇപ്പൊ സീക്രട്ട് ആയിട്ട് ഒരു കണ്ടന്റ് ഞാൻ ഏകദേശം സെറ്റാക്കി വെച്ചത് പുള്ളിയുടെ ഞാൻ സംസാരിച്ചാണ്. ഇതാണ് സംഭവം. പുള്ളിക്ക് ഓക്കെയാണ്, ഇടാൻ പറഞ്ഞു. ആറാട്ടണ്ണന്റെയും ബാലരേഖ വിഷയത്തിൽ സീക്രട്ട് കുറച്ച് കാലം കഴിഞ്ഞു പോയി. ഞാനല്ല ചെയ്യുന്നത്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കാണാൻ പുള്ളിക്കാരനെ പോലെ തന്നെ ഇരിക്കും. പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്, പിന്നെ അതങ്ങ് സെറ്റായില്ല. പിന്നെ ഞാനതങ്ങ് വിട്ട്. അത് നല്ല എഫേർട്ട് എടുക്കേണ്ട, സമയം കൺസ്യൂം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെയായിരുന്നു ഒരു സാധാരണ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കണമെന്നുണ്ടായിരുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇനി ഞാനിപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത് താങ്കൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നത് ഇത് താങ്കളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഒരു മോണിറ്ററി ഒരു ബെനിഫിറ്റ്സ് താങ്കൾ കിട്ടുന്നുണ്ട്. പക്ഷെ ഒരിക്കലും സിനിമയ്ക്ക് കാണുന്ന പൈസ എനിക്ക് തിരിച്ചിട്ടുണ്ട്. ഫ്രീ ആയിട്ട് സിനിമ കാണാം. ഓ, അങ്ങനെ ഉണ്ടല്ലേ, അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇല്ല, അത് അതിൻ്റെ സൈഡാണ്. അല്ലെങ്കിലും ഞാൻ സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന ആളാണ്. പണ്ട് ഇതൊന്നും ഇല്ലാത്ത സമയത്തല്ലേ നമ്മൾ എഴുതിയിട്ടുണ്ടിരുന്നത്. ഇനിയിപ്പോൾ എനിക്ക് വേറൊരു ജോലി ഉള്ളതുകൊണ്ടാണ്. ഇനി ആ ജോലി എങ്ങാനും നിന്ന് വരുമാനം മുടങ്ങിക്കഴിയണമെങ്കിൽ ഞാൻ പിന്നെ ഇതൊരു പ്രൊഫഷണലായിട്ട് അപ്പം നോക്കാം. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഉള്ള സമയത്ത് ഇപ്പം കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്, അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ കണ്ടന്റ് ഇട്ട് പോകുക എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ താങ്കളുടെ സംസാര ശൈലി ആണ് കുറച്ചുകൂടെ വ്യത്യസ്തനാക്കുന്നത്. അത് താങ്കളുടെ ഒരു സാധാരണ താങ്കൾ ജനിച്ച് വളർന്നു വന്ന സാഹചര്യം, അതിനനുസരിച്ചിട്ടുള്ള ഒരു സംസാര ശൈലി. കാരണം ഇത് ആൾക്കാരെ അത് നല്ല രീതിയിൽ അത് വർക്കാവുന്നുണ്ട്. കാരണം ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്കും ഇത് നമ്മളിപ്പോൾ മെയ്ഡപ്പായിട്ട് പറയുന്ന ഒരു എനിക്ക് ട്രിവാൻഡ്രം സ്ലാങ് കുറേ പേര്, ഷസാമിൻ്റെ കാര്യമില്ല, ഷസാം അല്ലാതെ ഇങ്ങനെ തന്നെ സംസാരിക്കണം. നമ്മളെ അല്ലാതെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കും. കുറേ പേരല്ലാതെ തിരുവനന്തപുരം കോമഡിയാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കും, കുറേ വാക്കുകൾ എടുത്തിട്ട്. ഞാനത് പക്ഷേ ഈ ചുരുളിനകത്ത് 2-3 വേർഡ് ഉപയോഗിക്കുന്നല്ലാതെ ഞാൻ അല്ലാതെ സംസാരിക്കുന്നത് മാനിപ്പുലേഷൻ ചെയ്യാറില്ല. ഞാനിങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ട് ഞാൻ ഇങ്ങനെ വരുന്നത്. ഇനി സിനിമാ നിരൂപണങ്ങൾ താങ്കൾ നടത്തുന്നത് താങ്കളെ ഞാൻ ഫോളോ ചെയ്യാറ്, താങ്കളെപ്പോലെ തന്നെ മറ്റ് പലരും ഇങ്ങനെ ഫോളോ ചെയ്യാറുണ്ട്. ചില സിനിമകൾ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നും ഈ സിനിമയെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായം പറയണം. ചിലപ്പോൾ അത് എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട സിനിമയായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെടാത്ത ഒരു സിനിമയായിരിക്കാം. പക്ഷേ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ എനിക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഞാനിങ്ങനെ ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും എനിക്കൊരു ആർട്ടിഫിഷ്യാലിറ്റി എൻ്റെ സംസാരത്തിൽ കടന്നു വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ടു ഒരിക്കൽ. അപ്പോൾ താങ്കൾ എനിക്കൊരു തരാനുള്ള എന്തെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള ഒരു അഡ്വൈസ് എന്നെ അല്ലെങ്കിൽ ഇതുപോലെ ധാരാളം പേരുണ്ടാവും. എന്നെ മാതൃകയൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കി ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കഴിവുകളാണ്. ഇപ്പോൾ പ്രൊഫഷണലായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കി പറക്കി നല്ല കാവ്യാത്മകമായിട്ട് സംസാരിക്കുന്ന ഉണ്ണി വ്ളോഗ്സിന് എനിക്ക് അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളോട് പലത്തിലും വ്യത്യാസമുണ്ട്. പക്ഷേ പുള്ളി പറയുന്ന ഒരു സംസാരില്ല, ഒരു ഒഴുക്കോടെ സംസാരിക്കും. മൺസൂൺ മീഡിയയിൽ സുധീഷ് ചേട്ടനാണെങ്കിൽ അവർ അങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ കഴിവുള്ളവർ ആ രീതി ഫോളോ ചെയ്താണ് നല്ലത്. ഇനി അല്ലാതെ അതിന് പറ്റൂല എന്നുള്ളതാണെങ്കിൽ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ ഇരിക്കുന്നു, അതെൻ്റെ ഒരു ഫ്രണ്ടാണ്, ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നു, അതൊരു ക്യാമറയാണെന്നോ അത് റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ള തോട്ടൊന്നും എനിക്കപ്പം വരുന്നില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരനടുത്ത് ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഇപ്പം റിവ്യൂ അതിൻ്റെ ഫോർമാറ്റ് ആയതുകൊണ്ട് കാസ്റ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് നോക്കി, അത് ഞാൻ നോക്കി പറയാനാണ് കാണിക്കുന്നത്. വേണമെങ്കിൽ എനിക്ക് വന്നിരുന്നിട്ട് മറ്റേ പഠിച്ചിട്ട് സിനിമാറ്റോഗ്രഫിയോ ഇങ്ങനെ ഭയങ്കര പറയാറുണ്ട്. ഞാൻ അതും വന്നിട്ട് നോക്കി വായിക്കാനായിട്ടാണ് കാണിക്കുന്നത്. നമുക്കിവിടെ ഒന്നും ഇത് മറച്ചു വെച്ചിട്ട് ഞാൻ മറ്റേ വലിയ ഇതാണെന്ന് കാണിക്കേണ്ട കാര്യമില്ല. നിങ്ങളായിട്ട് ജെന്യുവനായിട്ട് നിൽക്കുക, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നത് ആത്മാർത്ഥമായിട്ട് പറയുക. അതിൻ്റെ വരും വരാകയെക്കുറിച്ച് ആലോചിക്കേണ്ട. വന്ന് നിന്നിട്ട് അവൻ ചീത്ത വിളിച്ച് കുറേ പേരുണ്ട്, അവരെന്തിനാണ് ചീത്ത വിളിക്കുന്നത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ, ഒരു കാര്യമില്ല. ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരു പഞ്ചാബി ഹൗസിൻ്റെ ഒരു റീൽ ഇട്ടായിരുന്നു. ഞാൻ ഇത്തിരി അവസാനം വരെ കേൾക്കാത്ത പഞ്ചാബി ഹൗസ് അല്ലടാ കല്യാണരാമല്ലടാ പഞ്ചാബി ഹൗസ് ആണ് എന്നും പറഞ്ഞുകൊണ്ട് കമൻറ്റ് വരും എന്നുള്ള രീതിയിലാണ് ഇട്ടത്. അതിന് വന്നത് തള്ളക്കി വിളിക്കുന്നത്. ഇവർക്ക് പ്രശ്നം എന്താ പറയുക, നമുക്ക് ഇവ ലോകത്തുള്ള എല്ലാവരും വാടപ്പിക്കാൻ പറ്റില്ല. കുറേ പേർക്ക് ഇത് വേറെ ജോലിയും തൊഴിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്കൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അവർ ചിലപ്പം അവരുടെ വീട്ടുകാരെന്നോ നാട്ടുകാരെന്നോ അല്ലെങ്കിൽ ഹയർ ഓഫീഷ്യൽസിൻ്റെ അവിടെ നിന്ന് ഡെയിലി വാങ്ങി കൂട്ടണമായിരിക്കും. അതിൻ്റെ ഫ്രസ്ട്രേഷൻസ് ആർക്കെങ്കിലും തീർക്കണമല്ലോ, അപ്പോഴായിരിക്കും നമ്മുടെ വീഡിയോ വരുന്നത്, അതിൻ്റെ താഴെ ഇട്ട് പോകുന്നതെന്നുള്ളത്. അതിനെക്കുറിച്ചൊന്നും വിഷമിക്കുകയോ ബോധർ ചെയ്യാതിരിക്കുക. നിങ്ങളെ മനസ്സാക്ഷിയോട് ശരിയാണെന്നും നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കയറി വരും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരു സൗഹൃദ സംഭാഷണം പോലെയാണ്. ഞാനങ്ങനെ കൂടുതൽ ഇൻ്റർവ്യൂ ചെയ്യൂ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ഒരു
ഇത് എനിക്കുമില്ല. അപ്പം ഒരു സൗഹൃദ സംഭാഷണം എന്ന രീതിയിലാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചിരുന്നത്. ഇതൊക്കെയായിരുന്നു എനിക്ക് ഇദ്ദേഹത്തിന് നേരിട്ട് കാണുമ്പോൾ ചോദിക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായും വീണ്ടും താങ്കളുടെ സിനിമകൾ തന്നെ കാണുന്നത് അത് കണ്ടിന്യൂ ചെയ്യുക. താങ്കളുടെ റിവ്യൂസിനായിട്ട്, ജെന്യുവൻ റിവ്യൂസിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ധാരാളം പേരുണ്ട്. അതിലൊരാൾ ഞാനുമാണ്. അപ്പം ഇനി ഇതുപോലെ നമ്മൾ തിയേറ്ററിലൊക്കെ വരുമ്പോൾ ഒരുമിച്ച് ഏതെങ്കിലുമൊക്കെ സിനിമകൾ ഒരേ തിയേറ്ററിലാണെങ്കിൽ അവിടെ വെച്ച് വീണ്ടും കാണാം, ഒരു സൗഹൃദം പുതുക്കാം വീണ്ടും. റെഡിൻ കിൻസ്ലി അഭിനയിച്ച പടമാണെങ്കിൽ ഞാൻ വരില്ല ഇങ്ങനെ എടുത്തിട്ട് എന്നെ എടുത്തിട്ടിരിക്കുകയാണ്. അത് ഇപ്പം ഞാൻ സംസാരമായിട്ട് ഞാൻ ആഴ്ച ഫിറ്റായിട്ട് ഇരുന്ന് സംസാരിക്കണ പോലെ നിങ്ങൾക്ക് തോന്നുന്നു. അതൊന്നുമല്ല. 4 മണിക്ക് പുഷ്പ കണ്ടിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. 4 മണിക്ക് നല്ല വിശപ്പുണ്ട്, നല്ല ഉറക്കക്ഷീണമുണ്ട്. 10:23 ഇരിക്കുന്ന സമയമാണ് ഇങ്ങനെ കുഴഞ്ഞു സംസാരിക്കണം. ഒരാളെ കിട്ടിയപ്പോഴത്തേക്ക് കൈവാക്കിന് കിട്ടിയപ്പോഴത്തേക്ക് ഞാനും വിളിച്ചുകൊണ്ട് വന്നു, എന്താ എനിക്കൊരു ഇൻ്റർവ്യൂ ഇതാ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്നതാണ്. അല്ലെങ്കിൽ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങേണ്ട മനുഷ്യനാണ്. അടുത്ത് ഉച്ചയ്ക്ക് ഡ്യൂട്ടി കയറേണ്ടതാണ്. അപ്പം ഞാൻ കൂടുതൽ വലിച്ച് നീട്ടി കാട് കയറി താങ്കളുടെ ശല്യം സമയം വീണ്ടും വേസ്റ്റ് ആക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു എനിക്ക് ചോദിക്കാനുള്ളത്. നമുക്ക് വീണ്ടും കാണാം. നന്ദി.